തിരുവാഭരണം ചാർത്തി വിടർന്നു ഈശ്വരനൊരിക്കൽ വിരുന്നിനു പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം തങ്കനൂപുരമണികൾ കിലുക്കി തപസുണർത്താൻ വന്ന മേനകയോ മംഗലം കുന്നിലെ കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം നേരം ഗ്രാമചന്ത പിരിയുന്ന നേരം. കഴിഞ്ഞ അധ്യായത്തിൽ പ്രേംനസീർ നടൻ മലയാള സിനിമയെ എങ്ങനെ സംരക്ഷിച്ചു നിർത്തൂ എന്നതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലേക്ക് കിടക്കാം. അദ്ദേഹം ഏറ്റവും കൂടുതൽ അഭിനയിച്ചത് പ്രേമരംഗങ്ങളിലായിരുന്നു. പ്രേമരംഗങ്ങളിൽ, പ്രത്യേകിച്ച് പാട്ട് സീനുകളിൽ അദ്ദേഹം അന്നത്തെ പ്രശസ്ത ഗായകനായ യേശുദാസിൻ്റെ ശബ്ദവുമായിട്ട് വളരെയധികം സാമ്യമുണ്ടായിരുന്നു. അതിനാൽ പ്രേംനസീർ പാടി അഭിനയിക്കുന്നുണ്ടെങ്കിൽ യേശുദാസ് ആണോ പാടിയത്, പ്രേംനസീർ ആണോ പാടിയത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നില്ല. ആ രീതിയിലായിരുന്നു യേശുദാസിൻ്റെ ഭാവ ചലനങ്ങളെ അപ്പടി ഒപ്പിയെടുത്ത് കഥാപാത്രങ്ങളിലൂടെ പ്രേംനസീർ സന്നിവേശിച്ചെന്ന്. അത് ചിലരോടൊക്കെ കളിയാക്കാറുണ്ട്. ചിലപ്പോൾ ചോദിച്ചു, എങ്ങനെയാണ് ഈ പാട്ടൊക്കെ ക്ലാസിക്കലൊക്കെ എങ്ങനെയാണ് പഠിച്ച് പാടുന്നതെന്ന് പറയും. അതൊക്കെ ഞാനൊരു തയ്യാറെടുപ്പ് നടത്തിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ പാട്ട് വളരെയധികം ശ്രദ്ധിക്കും. പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അഥവാ എന്തെങ്കിലും വരി മറന്നു പോയാൽ ഷീലയുടെയോ ശാരദയുടെയോ ജയഭാരയുടെ മുടിയിഴയ്ക്കുള്ളിൽ ഞാനെൻ്റെ മുഖം അമർത്തും. അങ്ങനെ ചിലപ്പോൾ ഞാനൊക്കെ രക്ഷപ്പെടാറുണ്ട്. അത് ഞാൻ ക്യാമറമാരുടെ അടുത്തും ഡയറക്ടേഴ്സും പ്രത്യേകം പറഞ്ഞു വെക്കാറുണ്ട്. അതൊരു നർമ്മത്തിൽ പറഞ്ഞാണെങ്കിൽ പോലും അതിനൊന്നും ആവശ്യം വന്നിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പാട്ട് സീനുകളിൽ അഭിനയിച്ച ഒരു നടൻ പ്രേംനസീർ തന്നെ. നിർവൃതിയോ ഓമലേ ആരോമലേ ഒന്നു ചിരിക്കൂ ഒരിക്കൽ കൂടി. തങ്കനൂപുരമണികൾ കിലുക്കി തപസുണർത്താൻ വന്ന മേനകയോ മംഗലം കുന്നിലെ മാൻ പേടയോ മരതക കാട്ടിലെ മയിൽ പേടയോ കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചൊടികളിൽ നിന്നാലിപ്പഴം പൊഴിയും. യേശുദാസ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പലരും എൻ്റെ ശബ്ദവും നസീർ സാറിൻ്റെ ശബ്ദവും ഒരുപോലാണ് ധരിച്ചവരുണ്ട്. അത് പക്ഷേ ഒരു ദൈവഭാഗ്യമായിരിക്കാം. ആ വലിയ നടനുള്ള ചിത്രങ്ങളിൽ ചുണ്ടനക്കാൻ പറ്റുകയും ഞങ്ങളുടെ ഒരു സിങ്ക്രണൈസേഷൻ അല്ലെങ്കിൽ ഒരു ഒരുമിപ്പ്, ഒരു മനസ്സിൻ്റെയും ആ ഭാവത്തിൻ്റെയും ശബ്ദത്തിൻ്റെ ഒരുമിപ്പ് മലയാള പ്രേക്ഷകന് ഭയങ്കര പ്രിയങ്കരങ്ങളായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരു ഗായകന് വേണ്ടി ഏറ്റവും അധികം ഒരു നടന് വേണ്ടി ഏറ്റവും അധികം ഗാനങ്ങൾ പാടാനുള്ള ഭാഗ്യം സിദ്ധിച്ചതും അങ്ങനെ തന്നെയാണ്. ഇന്നും മലയാള ഗാനങ്ങൾ വിശേഷിപ്പിക്കുന്നവർ പറയും പ്രേംനസീർ, യേശുദാസ്, വയലാർ, ദേവരാജൻ, ബാബുരാജ്, ദക്ഷാമൂർത്തി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിനകത്ത് യേശുദാസും പ്രേംനസീറിൻ്റെയും ഘടകങ്ങൾ എടുത്തു പറയാറുണ്ട്. അങ്ങനെ മലയാള സിനിമ സംഗീതവുമായിട്ടും പ്രേംനസീറിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സ്, അദ്ദേഹം വളരെ സോഫ്റ്റായിട്ട് അമിതമായിട്ടുള്ള ചേഷ്ടകളോ ഗോഷ്ഠികളൊന്നും കാണിക്കാതെ സ്വാഭാവികമായ രീതിയിൽ അഭിനയിച്ചൊരു നടനായിരുന്നു. അപ്പോൾ അന്നത്തെ കൊമേർഷ്യൽ സിനിമകൾക്ക് ആവശ്യമായ CID കഥാപാത്രങ്ങൾ, ഗുണസമ്പന്ന നായകൻ, ഇങ്ങനെയൊക്കെ പര്യായമായ കഥാപാത്രങ്ങൾക്ക് പ്രേംനസീറിനെ തിരഞ്ഞെടുത്തിരുന്നു. അപ്പോൾ
പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് പ്രേം നസീർ വെറൈറ്റി റോൾ എടുക്കുന്നില്ല, സത്യനെ പോലെ, മധുവിനെ പോലെ. അപ്പം അദ്ദേഹം പറയുന്നു, എൻ്റെ പ്രേക്ഷകന് അത് മതി. പ്രേക്ഷകൻ ടിക്കറ്റ് എടുത്ത് കയറിയാൽ മാത്രമേ എൻ്റെ പ്രൊഡ്യൂസർക്ക് പൈസ വീഴത്തുള്ളൂ. അതിന് എൻ്റെ ഡയറക്ടേഴ്സും ശശികുമാർ സാർ, AB രാജ്, എല്ലാവരും അതിനനുകൂലമായിരുന്നു. അപ്പം ഞാൻ മറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ മലയാള സിനിമയുടെ നിലനിൽപ്പ് നോക്കിയാണ് നടൻ സ്വയം ബലിയാടായതെന്ന് നമുക്ക് തീരുമാനിക്കാം. അല്ല, അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷേ നല്ല സിനിമകൾ പലതും പരാജയപ്പെട്ടപ്പോഴാണ് അദ്ദേഹം ഈ കൊമേഴ്ഷ്യൽ സിനിമയുടെ ചേരുവകളിലേക്ക് തിരിഞ്ഞത്. പക്ഷേ കൊമേഴ്ഷ്യൽ സിനിമയുടെ മാർക്കറ്റിന് പ്രേം നസീർ വേണമായിരുന്നു. പ്രേം നസീർ ഷീല ജോഡികൾ, അതിൻ്റെ കൂടുതൽ അടൂർ ബാസി ശ്രീലത സാധന ഒരു കോമഡി ജോഡികൾ, അന്നത്തെ ഒരു ഫോർമൽ ചിത്രങ്ങൾ അങ്ങനെയായിരുന്നു. അപ്പോൾ ആ പ്രേം നസീറിൻ്റെ മുഖവും അദ്ദേഹത്തിൻ്റെ പാട്ടുകളും അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിന് മാറ്റുകൂട്ടിയായിരുന്നു. അപ്പോൾ നമുക്കൊരു മരം ചുറ്റി പ്രേമത്തിൻ്റെ നായകനെന്ന് വിളിക്കുന്നത് തെറ്റ് പറയാനില്ല. ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ സിനിമകളിൽ സംഗീതം ഒരു പ്രധാന ഘടകം മുതൽ പ്രേം നസീറിൻ്റെ പാട്ട് 4, 5, 6, 8 പാട്ടൊക്കെ ഒരു പടത്തിലുണ്ടായിരുന്നു. പിന്നെ ലങ്കാദഹൻ എന്നൊരു സിനിമയുണ്ട്, അതിൽ അദ്ദേഹം ഒരു ഗായകൻ്റെ റോള് മാത്രമേ, എന്നാലും ഒരുപാട് പാട്ട് അദ്ദേഹം പാടുന്നുണ്ട്. തിരുവാഭരണം ചാർത്തി വിടർന്നു തിരുവാതിര നക്ഷത്രം, ഈശ്വരനൊരിക്കൽ വിരുന്നിനു പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ, കന്മതിൽ ഗോപുര വാതിലിനരികിൽ കരുണാമയനവൻ കാത്തുനിന്നു, കരുണാമയനവൻ കാത്തുനിന്നു. അതിൽ വിലയ്ക്ക് വാങ്ങിയ വീണ, ഭാര്യമാർ സൂക്ഷിക്കുക, ഈ പടത്തിലൊക്കെ അദ്ദേഹം തന്നെ 8ഉം 10ഉം പാട്ടുകൾ പാടിയേക്കുന്നത്. അപ്പോൾ ആ അദ്ദേഹം പാടുന്നതും അതിന് പ്രേമരംഗങ്ങൾ അഭിനയിക്കുന്നത് കാണാൻ അന്നത്തെ യുവതലമുറ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കണക്ക് തന്നെ പ്രേം നസീർ ഷീല ജോഡികൾ അവരൊരുമിച്ച് അഭിനയിക്കുകയാണ്, തിയേറ്ററിലേക്ക് ആൾ ഇറങ്ങി കൂടുമായിരുന്നു. അതിന് വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇവർ തമ്മിൽ കുറച്ചാൾ പിണങ്ങിയിരുന്ന സമയത്ത് 71 പിണങ്ങുന്നത്. അതിനുശേഷം ഉദയയുടെ പടങ്ങളിൽ ഷീലയുടെ കൂടെ ഷീല പറഞ്ഞ് ഞാൻ പ്രേം നസീർ സാറിൻ്റെ കൂടെ അഭിനയിക്കത്തില്ല എന്ന് പറഞ്ഞു. ആ സമയത്താണ് പിന്നെ വിജയശ്രീ കടന്നു വരുന്നതും. അപ്പോൾ വിജയശ്രീ മരിച്ചു. പിന്നെ അങ്ങനെ രണ്ടുപേരും ജോഡികൾ ഇതായിരുന്ന മലയാള സിനിമാ പ്രേക്ഷകൻ എന്തോ ഒരു പ്രയാസം പോലെ അവർക്ക് ഈ ജോഡികളെ കാണും. 3 വർഷമായി. അങ്ങനെ ഇരിക്കുമ്പോൾ കുഞ്ചാക്കോ ഒരടവ് പ്രയോഗിക്കുന്നത്, നമ്മുടെ പടങ്ങളിൽ കളക്ഷൻ വളരെ കുറയുന്നുണ്ട്, നമുക്ക് പഴയ ജോഡികളായ പ്രേം നസീറിന് ഷീലയും കൊണ്ടുവന്നാലോ. അപ്പോൾ അപ്പച്ചൻ ചോദിച്ചു, അതിന് ഷീലയും നസീർ സമ്മതിക്കണ്ടേ? അതൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം. കുഞ്ചാക്കോ പ്രേം നസീറിൻ്റെ കാര്യം അവതരിപ്പിച്ചു. പ്രേം നസീറിന് ഒരു മനുഷ്യനോട് വിരോധം കാണിക്കാത്ത മലയാളത്തിലെ ഒരേ ഒരു നടനാണ്. അദ്ദേഹത്തെ സിനിമയിൽ എടുക്കാത്ത പ്രൊഡ്യൂസേഴ്സിന്, ഡയറക്ടേഴ്സിനെ കണ്ടാൽ പോലും അദ്ദേഹം എന്താ സേ എന്ന് കുശലം ചോദിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഇനി ആരൊക്കെ ചീത്ത വിളിച്ചാലും എതിർത്ത് പറഞ്ഞാലും ആരോടും ഒരു പ്രതികാര നടപടിക്കോ ദേഷ്യത്തിനോ പോവാതെ എല്ലാവരും സഹായിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ കുഞ്ചാക്കോ ഇതേപോലെ ആവശ്യം പറഞ്ഞു, നമ്മളിങ്ങനെ പ്രതിസന്ധിയിലാണ്, ഷീലയുടെ കൂടെ ഒരു പടം ഇട്ട് നമുക്ക് കുറച്ച് കളക്ഷൻ ഉണ്ടാക്കാം. അതെന്താ, ഞാൻ അങ്ങനെ ആരുടെ കൂടെ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ഷീലയല്ലേ പറഞ്ഞത്, ഞാൻ എന്താ ഷീലയോട് ചോദിക്കാൻ പറഞ്ഞു. വർദ്ധിച്ച സന്തോഷത്തോടെ കുഞ്ചാക്കോ അപ്പച്ചനെ പറഞ്ഞയച്ചു. അപ്പച്ചൻ ഷീലയോടുത്ത് പറഞ്ഞു. ഷീലയ്ക്ക് ഒരു ചെറിയ ചുരുക്കുണ്ടായിരുന്നു, അത് എനിക്ക് ഡേറ്റ് ഇല്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഷീലയുടെ ഭർത്താവ് രവിചന്ദ്രൻ പറഞ്ഞു, ഇല്ല, നീ ചെയ്യുന്ന തെറ്റാണ്, നീ ഒരു നടിയാണ്, ആരോട് അഭിനയിക്കണം, പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട രീതിയിലാണ് നടിയെന്ന് പറഞ്ഞ് അഭിനയിക്കേണ്ടത്. നിങ്ങൾ ഇഷ്ടപ്പെട്ട ജോഡികളാണ്, ജനം ആവശ്യപ്പെടുന്നു, പ്രൊഡ്യൂസർ ആവശ്യപ്പെടുന്നു, മറ്റേ നടൻ സമ്മതിക്കുന്നു, നീ എന്തിനു എതിർപ്പ് കാണിക്കുന്നത്? ശരിയെന്ന് പറയും. പിന്നെ ഒഴിവാകാൻ വേണ്ടി ഷീല പറഞ്ഞു, അന്ന് നസീർ സാർ എത്ര പ്രതിഫലം കൊടുക്കും? അപ്പോൾ അവർ പറഞ്ഞു 25,000 രൂപ അന്നത്തെ കാലത്ത്. അതാണ്. അപ്പം പറഞ്ഞു, എനിക്ക് 30,000 രൂപ തരണം. അപ്പച്ചൻ ഒന്ന് പതറി. അപ്പച്ചൻ ഉടനെ എന്നെ ഫോണിൽ വിളിച്ച് ഷീല 5,000 രൂപ കൂടി ചോദിച്ച കാര്യം പറഞ്ഞു. കുഞ്ചാക്കോ പറഞ്ഞു, കൊടുത്തേരെ, അതൊന്നും പ്രശ്നമില്ല, നമുക്ക് തിരിച്ചു പിടിക്കാം. കുഞ്ചാക്കോയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ഷീലയുടെ അഗ്രിമെൻ്റ് പറയാൻ നസീർ സാറും അന്ന് 74 ഓണക്കാലത്ത് തുമ്പോളാർച്ച എന്നൊരു പടം ഇറങ്ങുവാണ്. അതേ സമയത്ത് തന്നെ വടക്കൻ പാട്ടിലെ പരിശുദ്ധമായ ഒറിജിനാലിറ്റിയോട് വടക്കൻ പാട്ടിൻ്റെ കഥകളെ ആസ്പദമാക്കി പി ഭാസ്കരൻ മാസ്റ്റർ സുചിത്ര മഞ്ജരിക്ക് വേണ്ടി ഒരു പടം എടുത്തു. അദ്ദേഹം സ്വന്തം ബാനറാണ്, തച്ചോളി മരുമകൻ ചന്തു. അതിൽ പ്രേം നസീർ, ജയഭാരതി.
ഇത് തുമ്പോലാർച്ച എന്നൊരു സിനിമ യഥാർത്ഥത്തിൽ വടക്കമ്പാട്ടല്ല. വടക്കമ്പാട്ടിൻ്റെ കഥാപാത്രങ്ങളുടെ ഒരു കൃത്രിമമായൊരു കഥ ശാരംഗപാണിക്ക് അറിയാം എങ്ങനെ വേണമെന്ന്. കുഞ്ചാക്കും ശാരംഗപാണിയും കൂടി ചേർത്ത് തീരുമാനിച്ച് ഈ പ്രേം നസീർ ഷീല ആരാധകരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു കഥ ഉണ്ടാക്കിയതാണ്. ഷീലയ്ക്കാണ് അതിനകത്ത് 8 പാട്ടുകളുണ്ട്. ഫീമെയിൽ ഓറിയൻറ്റഡ് ക്യാരക്ടർ തുമ്പോലാർച്ച. അത് വടക്കമ്പാട്ട് ചെറിയൊരു മൂലകഥയാണ്. ആരോമണിൽ പറയുന്നതിൽ അതിനെ വിശദമാക്കി എടുത്ത ഒരു അധ്യായമായിരുന്നു. അതിൽ ആ ഷീലയും നസീറും കണ്ടുമുട്ടുന്ന സീനിൽ തന്നെ ശാരംഗപാണി പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഷീല തുമ്പോലാർച്ച എന്ന കഥാപാത്രം അമ്പലത്തിൽ തൊഴാൻ വരുന്നുണ്ട്. അപ്പം മുറച്ചെറുക്കനാണ് ആരോമണിച്ച് അദ്ദേഹം തൊഴാൻ വരുന്നത്. തൊഴാൻ വരുമ്പോൾ പെട്ടെന്ന് കണ്ടിട്ട് ഇങ്ങനെ പരിഭവിച്ച് നിൽക്കുമ്പം ആരാ അടൂർ ഭാഷയിൽ ചോദിക്കാം പറയും ഇത് മികച്ചേരി വീട്ടിലെ തുമ്പോലാർച്ചയാണ്, ഇവിടെങ്ങ് വളർന്നു പോയല്ലോ. അപ്പോൾ പരസ്പരം പരിചയപ്പെടുകയും പരിഭവങ്ങൾ പറഞ്ഞ് തീർക്കുകയും കണ്ടിട്ടേറെ നാളായല്ലോ എന്ന് പറഞ്ഞ് അതെ പ്രേക്ഷകൻ ആഗ്രഹിച്ചെന്നെ കണ്ടിട്ടേറെ നാളായല്ലോ എന്ന് പറയുന്ന ഡയലോഗിൽ പ്രേക്ഷകൻ കയ്യടി കൊണ്ട് ആ സീൻ നമുക്ക് ശബ്ദം കേൾക്കാൻ പറ്റാതായിരുന്നു. കുഞ്ചാക്ക ഉദ്ദേശിച്ചത് തന്നെ പ്രേക്ഷകർ 2 കൈ നീട്ടി പല പോരായ്മകളുണ്ടെങ്കിലും നല്ല ഗുണങ്ങളോട് കൂടിയ തച്ചോളി മരമും ചന്തുവിനെ അവഗണിച്ചിട്ട് ഈ സിനിമ വിജയിച്ചു. 50 ദിവസം ഓടിയ സിനിമയായിരുന്നു. അതാണ് ആ കാലഘട്ടത്തിൽ പ്രേം നസീർ ഷീല ജോഡികളുടെ വിജയം. എന്താ വല്ലാത്ത ഒരു നോട്ടം? നാളേറെ ആയല്ലോ കണ്ടിട്ട്. നനച്ചിരിക്കാതെ കണ്ടപ്പോൾ കണ്ണു പറിക്കാനും തോന്നുന്നില്ല. കണ്ണിൽ കണ്ടില്ലെങ്കിലും എന്റെ മനസ്സിൽ എന്നും ഈ പൊന്നപ്പൂ വിരിഞ്ഞു നിൽക്കും. ഇങ്ങനെ കണ്ടും കേട്ടും കൊതിച്ചു നിൽക്കാൻ ഈ ആരോമണിന് കഴിയില്ല. ഞാൻ ഇന്ന് തന്നെ അച്ഛനോടും അമ്മയോടും വീട്ടിൽ ചെന്ന് പറയും, എന്റെ മുറപ്പെണ്ണിനെ എനിക്ക്. മുറപ്പെണ്ണ് അപ്പോൾ പ്രേക്ഷകൻ തീരുമാനിക്കുന്നതാണ് അന്ന് നടന്മാരും സംവിധായകരും ചെയ്യേണ്ടത് തെളിയിക്കുന്ന ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ ഞാൻ. അപ്പോൾ അതനുസരിച്ച് ഈ നടൻ അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ കെട്ടിയാടുന്ന ഒരു ജോലി മാത്രമായിരുന്നു. അവർക്ക് വേറെ തിരഞ്ഞെടുക്കാൻ ഓപ്ഷൻ ഇല്ല. പ്രേക്ഷകൻ പറയുന്നത് ചെയ്താൽ കളക്ഷൻ കിട്ടും. കളക്ഷൻ കിട്ടിയാൽ പ്രൊഡ്യൂസർമാർ വരും, മലയാള സിനിമ നിലനിൽക്കും. അങ്ങനെ സ്വന്തം താല്പര്യങ്ങൾക്ക് അതീതമായി മലയാള സിനിമയുടെ ഭാവിക്ക് വേണ്ടി പ്രേക്ഷകർ പറയുന്ന ഇഷ്ടപ്പെടുന്ന സംവിധായകർ പറയുന്ന വേഷങ്ങൾ കെട്ടിയാടിയ ഒരു നടനാണ്. നമുക്ക് അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇനിയുണ്ട് അദ്ദേഹം ചിലർ പറയുന്ന മോശം നടനാണ്, അഭിനയിക്കുക. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇരുട്ടിൻ്റെ ആത്മാവ് എന്നൊരു ചിത്രം കണ്ടു നോക്കണം നിങ്ങൾ. ഇരുട്ടിൻ്റെ ആത്മാവ് MD യുടെ കഥയാണ്. MD കഥ എഴുതി. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഒരു കൂട്ടർ സിനിമ എടുക്കാൻ വന്നു. മുറപ്പെണ്ണിന് ശേഷം ഇങ്ങനെ ചർച്ചകളൊക്കെ നടന്നപ്പോഴത്തേക്ക് മുറപ്പെണ്ണിയും നസീർ സാർ ഉണ്ടായിരുന്നു. MD യുടെ ആദ്യത്തെ സ്ക്രിപ്റ്റ് അതാണ്. അത് വിൻസെൻ്റ് മാസ്റ്ററായിരുന്നു. അപ്പോൾ ഇത് P. ഭാസ്കരൻ മാസ്റ്റർ ഒരാഗ്രഹം MD യുടെ കഥ എഡിറ്റ് ചെയ്യണം. ഇരുട്ടിൻ്റെ ആത്മാവ് ചോദിച്ചു. അപ്പോൾ സത്യം മാസ്റ്റർ എടുത്ത് ആരോ സമീപിച്ചു ഈ സബ്ജക്റ്റുമായിട്ട്. അപ്പോൾ സത്യം മാസ്റ്റർ പറഞ്ഞ് എനിക്കിത് ചെയ്യാൻ എൻ്റെ ശരീരഘടനയ്ക്ക് യോജിച്ചതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നീടാണ് ഭാസ്കരൻ മാസ്റ്റർ എൻ്റെ കയ്യിൽ സംവിധാന ചുമതല വരുന്നത്. അദ്ദേഹം പ്രേം നസീറിനെ സമീപിച്ചു. പ്രേം നസീറിന് പക്ഷേ ഭയങ്കര ഭയം. കാരണം അതുവരെ ചെന്ന് ചോക്ലേറ്റ് ഹീറോ എന്നും വളരെ വ്യത്യാസമായിരുന്നു MD യുടെ ഇരുട്ടിൻ്റെ ആത്മാവിൽ വേലായുധൻ എന്ന ഭ്രാന്തൻ കഥാപാത്രം. ഒരുപാട് വെല്ലുവിളികൾ ഉള്ള കഥാപാത്രമാണ്. പ്രത്യേകിച്ച് MD യുടെ കഥാപാത്രം. അത് പാളിപ്പോണ എല്ലാവരും പ്രേം നസീറിനെ കുറ്റം പറയും, ഭാസ്കരൻ മാസ്റ്ററെ കുറ്റം പറയും. വളരെ ധർമ്മസങ്കടത്തിലെ പ്രേം നസീർ പറഞ്ഞു, അസേ എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു, നിങ്ങൾ വേറെ ഇടുമോ? ഇല്ല ഭാസ്കരൻ മാസ്റ്റർ, ഞാൻ സഹായിച്ചോളാം, MD നമ്മുടെ കൂടെ ഉണ്ട്, താങ്കൾ സമ്മതിച്ചാൽ മതി, ബാക്കിയെല്ലാം ഞങ്ങൾ ചെയ്തോളാം. അങ്ങനെ MD യുടെയും P. ഭാസ്കരൻ മാസ്റ്ററിൻ്റെയും നിർബന്ധത്തിൽ വഴങ്ങി പ്രേം നസീർ സമ്മതിക്കുമായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം വളരെ ശരീരത്തിലും അവസരമെല്ലാം മാറ്റം വരുത്തി വളരെ ആ ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് ഈ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കി. അതിൻ്റെ പ്രിവ്യൂ കണ്ടവരൊക്കെ അഭിനയിച്ചു. പ്രേം നസീറിന് ഇങ്ങനെയൊരു മുഖമുണ്ടോ? ഇത്രയും ഒരു ഭാവാഭിനയത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളാണ് ഇവിടെ തുറന്നു തന്നത്. പ്രേക്ഷകരും പത്രക്കാരും എന്ന് വേണ്ട, പ്രേം നസീറിനെ വിമർശിച്ചവരെല്ലാം പറഞ്ഞു ഇദ്ദേഹത്തിലെ മഹാനടനെ കണ്ടെത്തിയ ഭാസ്കരൻ മാസ്റ്റർക്ക് അഭിനന്ദനം. MD യും പറഞ്ഞു എൻ്റെ വേലായുധനെ അനശ്വരമാക്കിയ പ്രേം നസീർ. ഇദ്ദേഹത്തിന് ഇനിയും നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ. ആ വർഷത്തെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അവാർഡ് കിട്ടി, ദേശീയ അവാർഡ് കിട്ടി, ഏറ്റവും നല്ല പ്രാദേശിക ചിത്രത്തിനുള്ള. അങ്ങനെ പ്രേം നസീറിൻ്റെ അഭിനയ ജീവിതത്തിൽ ഒരു നാഴികക്കല്ലായി മാറി. അമ്മേ, അമ്മേ, കണ്ണു തുറക്കൂ അമ്മേ.
വേലായുധനാ അമ്മേ. എന്നെ കാണുമ്പം ഉണ്ണിക്കൂടെ പേടിയാ. എന്നെ കൊണ്ടാ ഉപദ്രവമെന്നല്ലേ എല്ലാരും പറയണത്. എന്റെ അമ്മയെ വിളിക്കുന്നതിന് പകരം ദൈവത്തിന് എങ്ങോട്ട് വിളിക്കായിരുന്നില്ലേ അമ്മക്കുട്ടി? അപ്പം അതേ വിചാരിച്ചാൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്യാം. പക്ഷെ തുടരെ ചെയ്താൽ അത് ടൈപ്പ് ആവപ്പെടുകയോ തൻ്റെ പാവപ്പെട്ട പ്രൊഡ്യൂസർമാർക്ക് തന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകനെ തന്നെ വെറുക്കുമെന്ന പേടി കൊണ്ട് മാത്രമാണ് അദ്ദേഹം അതുപോലെ കഥാപാത്രം പിന്നെ സ്വീകരിക്കുന്നത്. ഇനിയും നമുക്ക് വ്യത്യസ്തങ്ങളെ കഥാപാത്രങ്ങൾ വിൻസെൻ്റ് മാസ്റ്റർ, സേതുമാധവ് സാറിൻ്റെ ഒക്കെ ഉണ്ട്. അത് നമുക്ക് അടുത്ത അധ്യായത്തിലൂടെ വിശദമായിട്ട് പറയാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും കണ്ട് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.